പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമായ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ പടുകൂറ്റൻ കാർഗോ വിമാനങ്ങൾ പശ്ചിമേഷ്യൻ മണ്ണിലേക്ക് തുടർച്ചയായി പറന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ സൈനിക നീക്കത്തിന്റെ വ്യക്തമായ സൂചനയാണ്. എന്നാൽ ഇത്തവണത്തെ യുദ്ധഭീതി കേവലം മിസൈലുകളിലും ബോംബുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കാൻ ശേഷിയുള്ള ഒരു ഡിജിറ്റൽ മഹാദുരന്തത്തിന്റെ കരിനിഴലിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഹോർമൂസ് കടലെടുക്ക് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പടയൊരുക്കം ലോകത്തെമ്പാടുമുള്ള സാധാരണക്കാരന്റെ ഇന്റർനെറ്റും സാമ്പത്തിക ഇടപാടുകളും വരെ തടസ്സപ്പെടുത്തിയേക്കാവുന്ന വിധത്തിൽ വളർന്നിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ചെറിയ കടലെടുക്കാണ് ഹോർമൂസ്. ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ 1/5 ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനാൽ ഇതിനെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് ഹോർമൂസിന് മറ്റൊരു സുപ്രധാന മുഖം കൂടിയുണ്ട്. അത് ലോകത്തിൻ്റെ ഡിജിറ്റൽ ആർട്ടറി അഥവാ വാർത്താവിനിമയ ധമനിയാണ്. ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിനൂതനമായ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഈ കടലിനടിയിലൂടെയാണ് വിരിക്കപ്പെട്ടിരിക്കുന്നത്. ഏഷ്യയെയും യൂറോപ്പിനെയും മിഡിൽ ഈസ്റ്റിനെയും ഡിജിറ്റൽ ലോകവുമായി കൂട്ടിയിണക്കുന്ന ഈ കേബിളുകൾ തകർന്നാൽ സംഭവിക്കുന്നത് സങ്കല്പാതീതമായ പ്രത്യാഘാതങ്ങളായിരിക്കും. ആഗോള ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഏകദേശം 17 മുതൽ 30% വരെ ഈ കടലിനടിയിലെ പാതയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ ഓരോ ചലനവും ലോകത്തെമ്പാടുമുള്ള ഡേറ്റാ സെന്ററുകളെയും ടെക് ഭീമന്മാരെയും ഒരുപോലെ ആശ്രയിക്കുന്നു. പഴയകാല യുദ്ധങ്ങളിൽ കപ്പലുകളെ തകർക്കാനാണ് കടൽ മൈനുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ വിതറിയിരിക്കുന്നത് GPS മൈനുകളാണെന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കപ്പലുകളുടെ ഗതാഗതത്തെ മാത്രമല്ല, മറിച്ച് അവയുടെ ഡിജിറ്റൽ നാവിഗേഷൻ സംവിധാനങ്ങളെയും വാർത്താവിനിമയത്തെയും പൂർണ്ണമായും അന്ധമാക്കാൻ ശേഷിയുള്ളവയാണ്. ഒരു വിമാനവാഹിനി കപ്പൽ തകർക്കുന്നതിനേക്കാൾ മാരകമാണ് ആഗോള ഇന്റർനെറ്റ് ശൃംഖലയെ തകർക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇത്. ഈ മൈനുകൾ സൃഷ്ടിക്കുന്ന സിഗ്നൽ തടസ്സങ്ങൾ മൂലം കപ്പലുകൾക്ക് അവയുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താനോ മറ്റ് കപ്പലുകളുമായി ബന്ധപ്പെടാനോ കഴിയാതെ വരുന്നു. ഇത് ലോക വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ചരക്ക് കപ്പലുകളെ പാതി വഴിയിൽ കുടുക്കിയിടാൻ കാരണമാകും. ഈ സാഹചര്യം തുടർന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്ന് മാത്രമല്ല, ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം പോലും നിലയ്ക്കുകയും ചെയ്യും. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നൽകിയ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ലോകത്തെ പിടിച്ചുലയ്ക്കുന്നതാണ്. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന ഡേറ്റാ കേബിളുകൾ ഏത് നിമിഷവും തകരാറിലാകും എന്നാണ് അവർ പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. ഇത് മനഃപൂർവ്വമായ ഒരു ആക്രമണമാണോ അതോ യുദ്ധ സാഹചര്യത്തിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ തകരാറാണോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ആഗോള കമ്പനികളുടെ ക്ലൗഡ് സേവനങ്ങളെല്ലാം ഈ കേബിളുകളെയാണ് ആശ്രയിക്കുന്നത്. സൗദി അറേബ്യയിലെയും UAEയിലെയും വമ്പൻ ഡിജിറ്റൽ ഹബ്ബുകൾ ഈ കണക്ഷനുകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം കേബിളുകൾക്ക് നാശം സംഭവിച്ചാൽ മാസങ്ങളോളം നീണ്ടുനിൽക്കുന്ന ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട് അഥവാ ഇരുട്ടറയിലേക്ക് ലോകം നീങ്ങും. ഇതിൻ്റെ ഫലമായി ഇമെയിലുകൾ അയക്കാനോ വെബ്സൈറ്റുകൾ തുറക്കാനോ ക്ലൗഡ് അധിഷ്ഠിത സേവനങ്ങൾ ഉപയോഗിക്കാനോ കഴിയാതെ വരും. ആധുനിക ലോകം ഇത്രയേറെ ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന ഈ കാലത്ത് ഇത്തരമൊരു തടസ്സം ഒരു ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് തന്നെ വഴിമരുന്നിട്ടേക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റ ഉപഭോക്താക്കളിലൊന്നായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി അതിഭീകരമാണ്. നമ്മുടെ IT മേഖലയെയും നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സേവനങ്ങളെയും മിഡിൽ ഈസ്റ്റിലൂടെയുള്ള ഈ കേബിൾ ശൃംഖലയെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഡിജിറ്റൽ പാലമാണിത്. ഹോർമൂസിലെ കേബിളുകൾക്ക് നാശം സംഭവിച്ചാൽ ഇന്ത്യയിലെ ഇന്റർനെറ്റ് വേഗത ഗണ്യമായി കുറയുമെന്ന് മാത്രമല്ല, UPI പോലെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളും തകരാറിലാകാൻ സാധ്യതയുണ്ട്. ബാങ്കിംഗ് ഇടപാടുകൾ മുതൽ ഓൺലൈൻ ഷോപ്പിംഗ് വരെ സ്തംഭിക്കുന്ന ഈ ഒരു സാഹചര്യം ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുക. കൂടാതെ ഇന്ത്യയിലെ IT കമ്പനികൾ ആഗോളതലത്തിൽ നൽകുന്ന സേവനങ്ങളെയും ഇത് ബാധിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നാണ്യ വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കും. സമുദ്രത്തിനടിയിലെ കേബിളുകൾ നന്നാക്കുക എന്നത് സമാധാന കാലത്ത് പോലും ഏറെ പ്രയാസകരമായ ഒരു ജോലിയാണ്. പ്രത്യേക കപ്പലുകൾ ഉപയോഗിച്ച് കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് കേബിളുകൾ മുകളിലെത്തിച്ച് സൂക്ഷ്മമായ രീതിയിൽ കൂട്ടിയിണക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ഇത്തരം അറ്റകുറ്റപ്പണികൾ അസാധ്യമാണ്. അൽക്കാടെൽ, സബ്മറൈൻ നെറ്റ്വർക്കുകൾ പോലെയുള്ള കമ്പനികൾ ഇപ്പോൾ തന്നെ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ കേബിളുകൾ നന്നാക്കാൻ പോകുന്ന ജീവനക്കാരുടെ ജീവന് വലിയ ഭീഷണിയുണ്ട്. മൈനുകൾ വിതറിയ ഒരു കടലിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഒരു കമ്പനിയും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഈ കേബിളുകൾ പൊട്ടിയാൽ യുദ്ധം അവസാനിക്കാതെ അവ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. കടലിലെ മൈനുകൾ നീക്കം ചെയ്യുന്ന ദൗത്യം തന്നെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്.
അമേരിക്കയുടെ സൈനിക പടയൊരുക്കവും ഇറാന്റെ പ്രതിരോധവും പശ്ചിമേഷ്യയെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സംഭവമാണ്. ആഗോളതലത്തിൽ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഈ സംഘർഷങ്ങളിൽ എന്ത് നിലപാടെടുക്കും എന്നതും പ്രധാനമാണ്. സാമ്പത്തിക തകർച്ചയും സൈനിക സംഘടനവും ഒരേ സമയം സംഭവിക്കുന്നത് ആഗോള സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മറുവശത്ത് എണ്ണ വിതരണത്തിലെ കുറവ് മൂലം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവുകയും മറുവശത്ത് ഡിജിറ്റൽ സംവിധാനങ്ങൾ തകരുകയും ചെയ്യുന്നത് ലോകത്തെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക കുറച്ചൊന്നുമല്ല. ഈ പ്രതിസന്ധി മറികടക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങൾ അടിയന്തരമായി ആവശ്യമാണ്. ഇനിയും പ്രകോപനങ്ങൾ തുടർന്നാൽ അത് മനുഷ്യരാശിയെ തന്നെ വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും തള്ളിവിടുക. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ എത്രത്തോളം അസ്ഥിരമായ ഒരു അടിത്തറയിലാണ് നിൽക്കുന്നത് എന്ന് ഈ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമാധാനത്തിനായുള്ള ആഗോള സമ്മർദ്ദം ശക്തമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകം ഇനിയൊരു മഹായുദ്ധത്തെ താങ്ങാനുള്ള കരുത്തിലല്ല എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് നേതാക്കളുടെ ഉത്തരവാദിത്തം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.